കണ്ണ് കണ്ടാൽ അറിയാം ഒരുപാട് വിഷമങ്ങൾ ഉള്ളിലുണ്ട്, ഒരുപാട് നീറിയാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ ശരീരത്തിൽ അത്രമാത്രം വേദനയുണ്ട്. എൻ്റെ ബ്രസ്റ്റിൻ്റെ ഭാഗം വരെ അവൻ കടിച്ചു പറിച്ച്. എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ പുറത്തോട്ട് ഒരു അനാവശ്യത്തിനോ ഇല്ലെങ്കിൽ ഒരു സെക്സ് വർക്കിന് ഞാൻ പോകാത്ത ഒരാളാണ്. കാര്യം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ പോയി നിന്നാൽ പോരെ. ബാക്കിലേക്ക് 2 കൈ ഇങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു സിനിമയുടെ ഭാഗത്തിന് വേണ്ടിയിട്ടാണ് നേക്കഡായിട്ട് കിടത്തിയിട്ട് ഷോട്ട് എടുത്തിട്ട് ഇവർക്ക് ഇവരുടെ ഗ്യാങ്ങിലേക്ക് കൊടുക്കണം. ഇതെന്തെങ്കിലും വാഗ്ദാനം തന്നിട്ടാണോ? തീർച്ചയായിട്ടും. എന്ത് മാരേജ് ചെയ്തോളാം, കൂടെ കൂട്ടിക്കോളാം, നീ ഒരിക്കലും അനാഥയാവില്ല, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്. നിരഞ്ജനെ അങ്ങനെ ഒരു റോളുണ്ട്, അപ്പം നേക്കഡായിട്ട് വേണം, അതിനെനിക്ക് സർജറി ചെയ്ത ഭാഗം കാണാൻ പറ്റുമോ? അലൻ ജോസിന് വിനീതിൻ്റെ വീഡിയോ കോളിൽ, വാട്സപ്പ് വീഡിയോ കോളിൽ കൂടെ അലൻ ജോസ് സംസാരിച്ചു. എന്നിട്ട് അവൻ്റെ ഡ്രസ്സ് ഊരിയിട്ട് അവൻ പല രീതിയിലും കാണിക്കും. ഇതാണ് വിനീത്, നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഒരാൾക്ക് വീട്ടിൽ കയറാൻ വരെയുള്ള ഫ്രീഡം കൊടുക്കുമ്പോൾ ആദ്യമേ ഒന്ന് ചിന്തിക്കാറുന്നില്ലേ? നമസ്കാരം, ഞാൻ ആമിന സലീം. ഇന്ന് സത്യങ്ങൾ നിലപാടുകളോടുകൂടി തുറന്നു പറയാനും സത്യത്തിന്റെ മുഖം മുന്നോട്ട് കൊണ്ടുവന്ന കെൽപ്പുള്ള ഒരാൾ, നിരഞ്ജന. നമസ്കാരം. നമസ്കാരം. ഈ കണ്ണീരിന്റെ പിന്നിൽ എന്തോ ഉണ്ടല്ലോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്തിനാ കരയുന്നേ? കരയുന്ന വിനീത് അത്രമാത്രം നല്ലൊരു സ്വഭാവമായിട്ടാണ് ഞാൻ ആദ്യമൊക്കെ കണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ ഒരാളുടെ ഇടപെടുമ്പോഴത്തേക്ക് അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ ഇടപെടുന്നത്. അപ്പോൾ ആദ്യത്തെ ക്യാരക്ടറൊക്കെ മനസ്സിലാക്കിയപ്പോൾ നമുക്കൊരു ഒരു കൂടപ്പിറപ്പ് ഞാൻ അങ്ങനെ കണ്ടത്. ഒരിക്കലും ഒരു ഭർത്താവായിട്ടുള്ള ഒരു സ്ഥാനം ഞാൻ അയാൾക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ ആള് എനിക്ക് പല വാഗ്ദാനങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. പറയാൻ കാണുമെന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിമിനെ സംബന്ധിച്ച് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരാമെന്ന് പറഞ്ഞൊരു ഡയറക്ടറിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. വിനീത് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് അഭിനയിക്കാൻ ചാൻസ് തരാം എന്നും പറഞ്ഞ് ആളെൻ്റെ വീട്ടിൽ വന്ന് കയറി. വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിന് വീട്ടിൽ വരണം, ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാം, അതാണല്ലോ മര്യാദ. കാരണം വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഫാമിലി താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവരരുതെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളൊരു കാരണം വെച്ചിട്ടാണ് ഞാനത് സൈൻ ചെയ്ത് അവിടെ താമസിച്ചത്. ട്രാൻസ്ജെൻഡേഴ്സിന് പൊതുവെ ഒരു എറണാകുളത്ത് കുറച്ച് പാടാണ് വീട് കിട്ടാനായിട്ട്. അഥവാ കിട്ടിയാലും കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളവർക്ക് കിട്ടും, എളുപ്പത്തിൽ കിട്ടും. ജോലിയും പ്രൊഫഷണലൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് പെട്ടെന്ന് കിട്ടും. അല്ലാത്ത താഴെ നിൽക്കുന്നവർക്കൊക്കെ കുറച്ച് പാടാണ്. എന്നിട്ട് ഞാനത് പോയി അവിടെ താമസമായി. ഒരു കുഴപ്പമില്ലായിരുന്നു, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. തൊട്ട് അയലന്തരത്തുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഒരു കേസ് കേട്ട് ഇവൻ വന്ന് കയറിയ ശേഷം എനിക്ക് അവിടെ നിന്ന് എനിക്ക് പ്രശ്നങ്ങൾ തന്നെയാണ്. എല്ലാവരും എന്നെ കാണുന്നത് വേറെ രീതിയിലായിരുന്നു. ഇവൻ വന്ന് കയറിയ ശേഷം കഥ പറയണമെന്ന് പറഞ്ഞ് ഇവൻ എൻ്റെ വീട്ടിൽ വന്നു. വിനീത് കഥ പറയണമെന്ന് പറഞ്ഞവൻ വീട്ടിൽ വന്ന്. ശരി, വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ടാബ്ലറ്റ്, ഹോർമോൺ ടാബ്ലറ്റ്, വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് തന്നവൻ പിന്നെ എന്തിന് ഈ വേണ്ടായതിൻ്റെ രീതിയൊക്കെ കാണിക്കണം? എൻ്റെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് കാണണമെന്ന് പറഞ്ഞു. അവന് നേക്കഡായിട്ട് എൻ്റെ ശരീരത്തിൽ കയറി പിടിക്കുകയും പല ഭാഗങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഓപ്പണായിട്ട് പറയുന്നതിൽ യാതൊരു മടിയില്ല. പക്ഷെ അത്രമാത്രം ദുരിതം ഞാൻ ഇവരുടെ ഭാഗത്തുനിന്ന് അനുഭവിച്ച് കഴിഞ്ഞ ഒരാളാണ്. ഇതെന്തെങ്കിലും വാഗ്ദാനം തന്നിട്ടാണോ? തീർച്ചയായിട്ടും വാഗ്ദാനങ്ങൾ നല്ല രീതിയിൽ തന്നു. മാരേജ് ചെയ്തോളാം, കൂടെ കൂട്ടിക്കോളാം, നീ ഒരിക്കലും അനാഥയാവില്ല, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്. വീടെടുത്ത് തരാം, നിനക്ക് ഞാൻ വീട് എടുത്ത് തന്ന് നമുക്ക് 2 കൂടെ താമസമാകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിനീതിൻ്റെ അടുത്ത് ചോദിച്ചു, വിനീതേ അങ്ങനെ ശരിയല്ലല്ലോ, കാരണം നമ്മൾ തമ്മിൽ മാരേജ് അല്ല, പിന്നെ എങ്ങനെ താമസിക്കാം? അപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ കൂടെ കൂട്ടിക്കോളാം, ഞാൻ ഉണ്ടല്ലോ, നമുക്ക് 2 കൂടെ ഒരു സ്ഥലത്ത് വീടെടുത്ത്. എന്നിട്ട് ഇവൻ പറഞ്ഞു ഇവൻ്റെ നാട്ടിൽ തന്നെ താമസിക്കാമെന്ന് പറഞ്ഞു. അതായത് മലയാറ്റൂര് വീടൊക്കെ തപ്പാൻ തുടങ്ങി എനിക്ക് വേണ്ടിയിട്ട്, രണ്ടുപേർക്ക് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് മലയാറ്റൂർ വീട്. അപ്പം എനിക്ക് ആ ലൊക്കേഷൻ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. എറണാകുളം ആണെങ്കിൽ ഓക്കെ. അപ്പോൾ അന്നേരം ഒന്നും പ്രശ്നമില്ല. പിന്നീടാണ് ഇവൻ്റെ രീതികൾ മാറി. ഇവൻ്റെ ഡ്രസ്സ് നേക്കഡായിട്ട് കിടന്നിട്ട് 2 കൈയും ബാക്കിൽ കെട്ടിയിട്ടിട്ട്, ഏതെങ്കിലും ഒരു വ്യക്തികളെന്ന് ആലോചിച്ച് നോക്ക്, ബാക്കിലേക്ക് 2 കൈ ഇങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? 2 കൈയും കെട്ടിയിട്ടിട്ട് പറയുക ഒരു ഷോട്ടിന് വേണ്ടിയിട്ടാണ്, ഒരു സിനിമയുടെ ഭാഗത്തിന് വേണ്ടിയിട്ടാണ്. അതാണോ ചെയ്യേണ്ടത്? സിനിമയുടെ ഭാഗം ഇതാണോ? എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ കിടത്തിയിട്ട്, ഇങ്ങനെ നേക്കഡായിട്ട് കിടത്തിയിട്ട് ഷോട്ട് എടുത്തിട്ട് ഇവർക്ക് ഇവരുടെ ഗ്യാങ്ങിലേക്ക് കൊടുക്കണം.
എന്നിട്ട് ഇവരെ എൻ്റെ അടുത്ത് വിനീത് പറഞ്ഞു നിൻ്റെ ഭർത്താവായിട്ടുള്ള റോള് ചെയ്യുന്നത് അലൻ ജോസാണ്, അലൻ ജോസിൻ്റെ കൂടെയാണ് നീ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു താല്പര്യമില്ല, എനിക്കില്ല, താല്പര്യമില്ല. കാരണം പുറത്തേ നെഗറ്റീവ്സ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിനെ ആക്ഷേപിക്കുന്ന രീതിയിലാവും. എനിക്ക് അങ്ങനത്തെ റോള് വേണ്ട, അഭിനയിച്ചില്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളു, അങ്ങനെ പോകേണ്ട ആവശ്യം. അതിനുശേഷവും ഇതുപോലെ അത് ഇവർ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഷോട്ട് ചെയ്തിട്ട് അത് ഇവർക്ക് പുറത്തേക്ക് വിട്ട് ഇവർക്കത് ഫേമസ് ആകണം. അത് സമ്മതിക്കാതെ വന്നപ്പോഴാണ് വിനീതിൻ്റെ സ്വഭാവ ക്യാരക്ടർ മാറാൻ തുടങ്ങി. എന്നിട്ട് എൻ്റെ അടുത്ത് വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നിരഞ്ജനെ ഒരു റോളുണ്ട്, ഞാൻ അതിൻ്റെ എന്താണ് വിറൽ മൂഡ് ഷോർട്ട് ഫിലിമാണ്, നിനക്ക് അതിൻ്റെ ഇത് ഞാൻ അയച്ചു തരാം, സ്ക്രിപ്റ്റ് അയച്ചു തരാം, പഠിച്ചിട്ട് നീ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. ആ സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം വാട്സാപ്പിൽ ഇവൻ അയച്ചു തന്നു. അതിൻ്റെ ഇതെല്ലാം കിടപ്പുണ്ട്. അതിനുശേഷമാണ് ഇവൻ എൻ്റെ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്ന് കയറിയിട്ട് പിന്നെ ഇവൻ്റെ രീതികളെല്ലാം പല മോശം കെട്ട രീതികളാണ്. പിന്നെ ഇത് പിറ്റേ ദിവസം ഇവൻ 5 ദിവസം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇവൻ 5 ദിവസം ഓണർ കാണുന്ന ഒറ്റ ദിവസമാണ്. 5 ദിവസം വീട്ടിലുണ്ടെങ്കിലും 4 ദിവസം ഇവൻ ഓണർ അറിയാണ്ട് എൻ്റെ റൂമിൽ കഴിഞ്ഞു. അഞ്ചാമത്തെ ദിവസം ഇവൻ പുറത്ത് ചെരുപ്പെടുത്തിട്ട് 4-ാമത്തെ ദിവസം വരെ ഇവൻ്റെ ചെരുപ്പെല്ലാം ഇവനെ അകത്തെടുത്തിട്ടിരിക്കുമായിരുന്നു. വണ്ടി കൊണ്ട് ദൂരെ മാറ്റി വെച്ച്. ഇന്നിത് പുറത്ത് പറയാനുള്ള കാരണം എന്താ? ഇന്നിത് പുറത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പല ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നിട്ട് ഇവർ വേറെ രീതിയിൽ വളച്ചൊടിക്കുന്നുണ്ട്. കാര്യം സത്യാവസ്ഥ എന്താണെന്ന് എനിക്കും അറിയാം, അവിടെ നിൽക്കുന്ന ഓണർക്കും അറിയാം. കാര്യം ഓണർ കണ്ടണ്ട് എന്നെ അവിടെ നിന്ന് ഇറക്കിയതാണ്, ഇവനെ കണ്ടിട്ട്. അല്ലാതെ ഒരു പെൺകുട്ടിനെ എന്തിന് ഒരാളെ ഇറക്കി വിടണം? തെറ്റ് ചെയ്യാതെ ഇല്ലെ സെക്സ് വർക്കിന് പോകാത്തൊരു പെണ്ണാണെങ്കിൽ എന്തിനാ അവർ ഓണർ ഇറക്കി വിടണം? ഓണറിൻ്റെ ആവശ്യമില്ലല്ലോ. കാര്യം തെറ്റ് ചെയ്തത് ഇവൻ കാരണം തന്നെയാണ്. ഈ കണ്ണ് കണ്ടാൽ അറിയാം ഒരുപാട് വിഷമങ്ങൾ ഉള്ളിലുണ്ട്, ഒരുപാട് നീറിയാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ശരിക്കും എന്താ വിഷമം? ശരിക്കും വിഷമം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ അത്രമാത്രം വേദനയുണ്ട്. എൻ്റെ ബ്രസ്റ്റിൻ്റെ ഭാഗം വരെ അവൻ കടിച്ചു പറിച്ച്. ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്ത രീതിക്ക് അതുവരെ ചെയ്തു. ഇന്ന് ഈ കണ്ണീരിനൊരു അർത്ഥമുണ്ട്. പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ഇവൻ്റെ ബ്രസ്റ്റിൻ്റെ ഭാഗം വരെ കടിച്ചിട്ട്. ശരിക്കും നമ്മൾ നേരിട്ട് കാണുന്ന മുഖങ്ങളല്ല ഒന്നും, പുറകിൽ ഒരുപാട് വേറെ മുഖങ്ങളുണ്ട്. അന്ന് ശരിക്കും എന്താ സംഭവിച്ചത്? ഇവൻ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എന്നെ മലത്തി കിടത്തിയിട്ട് എൻ്റെ ബ്രസ്റ്റിൻ്റെ ഭാഗം എല്ലാം ഇവൻ കൊണ്ട് ചപ്പിയൊക്കെ ചെയ്ത് ഞാൻ എന്നിട്ട് എനിക്ക് പറ്റുന്നില്ല. എൻ്റെ കൈ രണ്ടും ഇങ്ങനെ കെട്ടി വെച്ചിട്ട് എനിക്കിങ്ങനെ ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനിത് ചെയ്യണം, നീ എന്തിനെന്നെ എൻ്റെ ദേഹത്തേറി ഇങ്ങനെയൊക്കെ ചെയ്യണം? കാര്യം ഞാനങ്ങനെ എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ പുറത്തോട്ട് ഒരു അനാവശ്യത്തിനോ ഇല്ലെങ്കിൽ ഒരു സെക്സ് വർക്കിന് ഞാൻ പോകാത്ത ഒരാളാണ്. കാര്യം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ പോയി നിന്നാൽ പോരെ. എനിക്ക് അങ്ങനെ, ഞാൻ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എനിക്ക് എൻ്റെ ആ ജോലി മതി എനിക്ക് ജീവിക്കാൻ. പിന്നെ മേക്കപ്പാണ്. അപ്പം എനിക്ക് ആ വർക്ക് മതി. എനിക്കിങ്ങനെ പോയിട്ട് സെക്സ് വർക്കറായിട്ട് ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അങ്ങനെ പോകുന്ന ആളുമല്ല. ശരിക്കും ഈ അലൻ ജോസ് പെരേരയ്ക്കും അതുപോലെ ആറാട്ടണ്ണനും എതിരെ കേസ് കൊടുത്ത ഒരാൾ നിരഞ്ജന എന്ന് മാത്രമേ അറിയൂ. ശരിക്കും ആരാണ് ഈ നിരഞ്ജന? നിരഞ്ജന എന്ന് പറഞ്ഞൊരു വ്യക്തി ആലപ്പുഴയിലാണ് സ്വദേശം. ഞാൻ ആലപ്പുഴയിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ സ്വന്തം പേര് റോയി എന്നായിരുന്നു. ആ പേരിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ നിരഞ്ജനയിലോട്ടാക്കിയത്. ആ പേര് മാറ്റിയിട്ടാണ് നിരഞ്ജനയിലോട്ടാക്കിയത്. പക്ഷെ എൻ്റെ വീട്ടിലൊന്നും പ്രോബ്ലം ഇല്ല. ഇപ്പോൾ എല്ലാ വീട്ടുകാരൊക്കെ ആയിട്ട് വളരെ അടുപ്പമൊക്കെ ഉണ്ട്. ആദ്യമൊന്നും അടുപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീട്ടുകാരോട്ട് അടുത്തു സംസാരിക്കുകയൊക്കെ ചെയ്യും. പോകാറൊന്നുമില്ല. അതാരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല. എൻ്റെ വീട്ടുകാരെ ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല. അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെന്ന് വിചാരിച്ച കാര്യം എനിക്ക് എൻ്റെ സഹോദരനുണ്ട്, ഒരു ചേച്ചിയുണ്ട്, ഒരു ചേട്ടനുണ്ട്, പിന്നെ അമ്മയാണ് ഉള്ളത്. അവരെയും ബുദ്ധിമുട്ടിക്കാനോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനൊന്നും താല്പര്യമില്ല. ഈ അലിൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും അല്ലെങ്കിൽ നിരഞ്ജനയും തമ്മിലുള്ള ബന്ധം എന്താ? അലിൻ ജോസ് പെരേര ആറാട്ടണ്ണന് പലവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടതുണ്ട്. എനിക്ക് ഞാൻ കൊടുക്കാറുമുണ്ട്. ഈ അലൻ ജോസ് പെരേരയുടെ കൂടെ അഭിനയിക്കാം, ചാൻസ് തരാം. നിരഞ്ജനയ്ക്ക് അലൻ ജോസിൻ്റെ ഭാര്യയായിട്ടൊരു റോളുണ്ട്. വിനീത് പലവട്ടം വാഗ്ദാനം ചെയ്തപ്പോഴും ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അലൻ ജോസിന് വിനീതിൻ്റെ വീഡിയോ കോളിൽ, വാട്സപ്പ് വീഡിയോ കോളിൽ കൂടെ അലൻ ജോസ് സംസാരിച്ചു. എന്നിട്ട് അവൻ്റെ ഡ്രസ്സ് ഊരിയിട്ട്
അവൻ പല രീതിയിലും കാണിക്കുക. എന്നെ നേക്കഡാക്കാൻ വേണ്ടി കാര്യം വിനീത് അത്രയുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. വിനീത് എന്നെക്കുറിച്ച് പിന്നെ പെരേരയോട് പറഞ്ഞിട്ടുമുണ്ട്, കാണണമെന്ന് പെരേര പറയുകയും ചെയ്തിട്ടുണ്ട് പലവട്ടം. അതായത് അലിൻ ജോസിനെ പരിചയപ്പെടുന്ന അന്ന് വരയ്ക്കും വിനീത് നല്ലൊരു ഫ്രണ്ടായിരുന്നു. ഇപ്പം അതിനുശേഷവും ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഈ കൈയൊക്കെ വെച്ചിട്ട് പരിപാടി നടത്തിയപ്പോൾ എനിക്ക് അവനോടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വാല്യൂ നഷ്ടപ്പെട്ട്. ഞാൻ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്, നല്ല ഫ്രണ്ടാണെങ്കിൽ വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. പക്ഷേ അവൻ്റെ ആ സംസാരവും ഈ ക്യാരക്ടറും കണ്ടപ്പോൾ എനിക്ക് അവനോട് അറപ്പ് തന്നെ തോന്നിയത്, വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ അലിൻ ജോസ് പെരേര നിരഞ്ജനയ്ക്കെതിരെ എന്താ ചെയ്തേ? അലൻ ജോസ് പെരേര എനിക്ക് എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ, അലൻ ജോസിന് വേണം, ചെയ്യാൻ വേണം എന്ന് വിനീതിനോട് പറഞ്ഞു. വിനീത് എൻ്റെ അടുത്ത് അലൻ ജോസിന് പറയാൻ മടിയായതുകൊണ്ട് വിനീതിൻ്റെ അടുത്ത് പറഞ്ഞു. വിനീത് എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ആഗ്രഹം ഉന്നയിക്കുന്നുണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ ആറാട്ടണ്ണൻ വിനീതിനോട് പറഞ്ഞെന്ന് പറഞ്ഞു, എനിക്ക് പിന്നെ നിരഞ്ജനയുടെ കൂടെ ഒരു അഭിനയിക്കണമെങ്കിൽ ഒരു ഇങ്ങനെ കിടന്നിട്ടുള്ള റോള് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിയിരി. അതാണ് ആറാട്ടണ്ണൻ്റെ ചോദ്യം. പിന്നെ ആറാട്ടണ്ണൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു, ഒരു ഗ്യാങ് എന്നെ വിളിച്ചിരുന്നു. ഈ പരാതിയൊക്കെ കൊടുക്കുന്നതിന് മുന്നെയാണ് ഇവർ ഈ ആഗ്രഹം ഉന്നയിച്ചത് മാത്രമായിരുന്നോ അതോ നേരിട്ട് വന്നിട്ട്? ആറാട്ടണ്ണനോ? ഇല്ല, ആറാട്ടണ്ണൻ എൻ്റെ ഫോണിൽ വിളിച്ചിട്ടില്ല. ആറാട്ടണ്ണന് വേണം, നേരിട്ട് കണ്ടു, പറഞ്ഞത് മാത്രമേ ഉള്ളൂ, നേരിട്ട് കണ്ടിരുന്നു ആറാട്ടണ്ണനെ ലുലുവിൻ്റെ അവിടെ വെച്ച്, അതായത് ഹെഡപ്പള്ളിയുടെ അവിടെ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഉന്നയിച്ചത്, നിരഞ്ജനെ ഇങ്ങനെ റോളുണ്ട്, അപ്പം നേക്കഡായിട്ട് വേണം, അതിനെനിക്ക് സർജറി ചെയ്ത ഭാഗം കാണാൻ പറ്റുമോ എന്ന് ആറാട്ടണ്ണൻ ചോദിച്ചു. എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറ്റില്ല, അതിൻ്റെ ആവശ്യം എനിക്കില്ല, അങ്ങനത്തെ റോളല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. പിന്നെ ബ്രൈറ്റിൻ്റെ വീട്ടിൽ പോയി കിടക്കാൻ വിനീത് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. അതേതർത്ഥത്തിലേ? കല്യാണം കഴിക്കാമെന്ന് വന്ന വാഗ്ദാനം തന്ന ആ വ്യക്തി തന്നെ അവന് വീടെടുത്ത് തരാൻ പറ്റിയില്ലെങ്കിൽ അവൻ എന്തിന് എന്നെ വേറെ ആൾക്ക് കൂട്ടിക്കൊടുക്കണത്? ഏതർത്ഥത്തിൽ? ഞാൻ എന്തിനാ ബ്രൈറ്റിൻ്റെ? അപ്പോൾ ഇവൻ പറയുകയും ചെയ്തു, നിനക്ക് വീടില്ലെങ്കിൽ പിന്നെ ബ്രൈറ്റിൻ്റെ വീട് പറവൂരുണ്ട്, അവിടെ അവൻ ഒറ്റയ്ക്കാണ്, താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അവനോട് പറയും, അവിടെ എവിടെയെങ്കിലും വീടുണ്ടോ എന്ന് നോക്കി തരാൻ പറയൂ, അവൻ്റെ കൂടെ താമസിക്കാൻ താല്പര്യമില്ല. അപ്പോഴും വിനീത് പറഞ്ഞുകൊണ്ട് ഇല്ല, അവനോട് നിൽക്കി അവിടെ ട്രാൻസ്ജെൻഡേഴ്സൊക്കെ വന്ന് താമസിക്കുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ ബ്രൈറ്റ് പറഞ്ഞു, സർജറി ചെയ്ത ഭാഗം കാണിച്ചു തരുമോ ചോദിച്ചു. അതാണ് അവൻ്റെ പേരിലുള്ള കേസ്. ഈ പറഞ്ഞ അഭിലാഷ് എന്ന് പറഞ്ഞ അവൻ്റെ പേരിലെ കേസെന്ന് പറഞ്ഞാൽ, ഈ മാനസികമായിട്ട് നമ്മളെ ഹറാസ്മെൻ്റ് ചെയ്യുന്ന രീതിയിൽ കിച്ചട എന്ന മുദ്ര കുത്താൻ അവൻ ആര് റൈറ്റ് കൊടുത്തു? ഏത് വ്യക്തി അവനടുത്ത്? ഈ ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവരും അങ്ങനെ നടക്കുന്ന ടൈപ്പുകളാണോ? അവർക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമായിരിക്കാം, അതൊരു തെറ്റല്ല. അവരുടെ സർജറി ചെയ്യാനും അവരുടെ ഉപജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് പോകുന്നവരാ. അതിനെ ഒരു ട്രാൻസ്ജെൻഡറിനെ കിച്ചടയെന്ന് വിളിക്കാൻ അവൻ ആരും കൊടുത്തിട്ടില്ല. ആ പ്രകാരമാണ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്.